നമസ്കാരം. എല്ലാവർക്കും മായാസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം. നന്നായിട്ട് പഴുത്ത മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തൊലി ആദ്യം കളഞ്ഞെടുക്കണം. അതിന് മേലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നന്നായിട്ട് വലിച്ചെടുക്കുക തൊലി. അപ്പോൾ നന്നായിട്ട് വന്നോളും. അല്ലാതെ കത്തി വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാലും കുഴപ്പമില്ല. ഇതുപോലെ മാങ്ങയുടെ തൊലിയെല്ലാം കളഞ്ഞെടുക്കണം. ഇനി തൊലി കളഞ്ഞ മാങ്ങയെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് എരിവുള്ള മുളക് പൊടിയാണ്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നടുക്കേ കീറിയ ഒരു പച്ചമുളക്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത്, അതിട്ട് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. മാങ്ങ ഒരു പകുതി വേവായതിന് ശേഷം അതിലേക്ക് ഒരു ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ ശർക്കര കല്ലില്ലാത്തത് കൊണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. കല്ലുള്ള ശർക്കരയാണെങ്കിൽ അത് ഉരുക്കിയിട്ട് അരിച്ചൊഴിക്കണം. ഒരു ശർക്കര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഉരുകി കഴിയുന്ന വരെ മാങ്ങയിലേക്ക് മധുരം പിടിക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. മാങ്ങ വേഗം വേണ്ട സമയം കൂടെ നമുക്ക് നാളികേരം അരച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 മുറി നാളികേരം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ശർക്കരയൊക്കെ നന്നായിട്ട് മാങ്ങയിലേക്ക് പിടിച്ചു. നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച നാളികേരം ഒഴിച്ചു കൊടുക്കാം. നാളികേരം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നാളികേരം അരച്ച അതേ മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് അധികം പുളിയില്ലാത്ത തൈര് പൾസ് മോഡിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സി ഒന്ന് കഴുകിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അധികം ലൂസായി പോകരുത്. കുറച്ച് തിക്കായിട്ട് വേണം ഈ ഗ്രേവി ഉണ്ടാവാൻ. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിൽ തൈര് ഒഴിച്ചത് കൊണ്ട് തന്നെ അധികം തിളയ്ക്കാൻ പാടില്ല. സൈഡിൽ നിന്നൊക്കെ തിള വരുന്ന പോലെ ആകുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് മുറിച്ചിട്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കടുകെല്ലാം പൊട്ടി ഇനി ഇത് മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടിപ്പ് കൂടി ചെയ്യാനുണ്ട് കേട്ടോ. 2 ടീസ്പൂൺ നെയ്യ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്